എൻ്റെ പേര് നീതു. ഞാൻ വരുന്നത് ചേർത്തലയിൽ നിന്നാണ്. ഞാൻ ഇറ്റലിയിലായിരുന്നു. ഇപ്പം കുറച്ച് കാര്യത്തിന് വേണ്ടി വന്നതാണ്. എന്നെ ഈ പ്രത്യക്ഷീകരണത്തിൻ്റെ പരിശുദ്ധ ദൈവമാതാവിൻ്റെ സാക്ഷിയാക്കി ഉയർത്തിയതിന് ഞാൻ മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറയുന്നു. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് 2018 അതിനുശേഷം ഞാൻ 2 സാക്ഷി ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇതെൻ്റെ 3ാമത്തെ സാക്ഷ്യമാണ്. 2023 വന്ന് ഉടമ്പടി പുതുക്കിയതിന് ശേഷമുള്ള സാക്ഷ്യമാണ് ഞാൻ പറയുന്നത്. ഞാൻ ഇവിടെ 2023 ഒരു മാർച്ച് മാസം വന്ന് എൻ്റെ ഉടമ്പടി പുതുക്കിയായിരുന്നു. അപ്പം തിരിച്ച് ഞാൻ വീട്ടിൽ ചെന്നിട്ട് രാത്രി ഉറങ്ങുമ്പോൾ ഞാൻ ആദ്യം തന്നെ ഒരു സ്വപ്നം കാണുന്നുണ്ട്. അത് ഇങ്ങനെയാണ്. ഞാൻ ഒരു മാതാവ് ചുവന്ന വസ്ത്രം ഇങ്ങനെ അണിഞ്ഞിട്ട് നീല മേലങ്കി ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. മാതാവിൻ്റെ തലയിൽ ഒരു കിരീടമുണ്ട്. എന്നിട്ട് വലിയൊരു സിംഹാസനത്തിൽ മാതാവ് ഇങ്ങനെ ഇരിക്കുവാണ്. ഭയങ്കര രസമാണ് കാണാൻ. ഞാൻ മാതാവിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ മുട്ടുകുത്തി നിന്നിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട്. ഞാൻ എന്താ പറയുന്നതെന്ന് എനിക്ക് ഓർമ്മയില്ല. പിറ്റേ ദിവസം എഴുന്നേൽക്കുമ്പോഴാണെങ്കിൽ സ്വപ്നത്തിലും എനിക്ക് അറിയില്ല എന്താ പറയുന്നതെന്ന്. ഞാനിങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം മാതാവ് എൻ്റെ അടുക്കൽ വന്നിട്ട് എൻ്റെ കയ്യിൽ പിടിച്ചിട്ട് എന്തൊക്കെയോ പറയും. അത് കഴിഞ്ഞിട്ട് മാതാവ് ഇങ്ങനെ തിരിച്ചു പോകുമ്പം ഞാൻ ഒന്നും കൂടി വിളിച്ചിട്ട് എന്തോ ഒരു കാര്യം പറയുന്നുണ്ട്. അപ്പോൾ മാതാവ് എന്നെ നോക്കി ചിരിച്ചിട്ട് ഇങ്ങനെ തിരിഞ്ഞ് നടന്നു പോകും. അതിനുശേഷം ഞാൻ തിരിച്ച് ഇറ്റലിക്ക് പോയി. എനിക്കൊരു മോനുണ്ടായിരുന്നു. അവന് ചെറിയൊരു ജനിച്ചു കഴിഞ്ഞപ്പോൾ പ്രശ്നം ഉണ്ടായി. പക്ഷെ അത് ഞാൻ ഉടമ്പടി പ്രാർത്ഥനകളിലൂടെ അവന് സൗഖ്യം കിട്ടി. അത് കഴിഞ്ഞ് എനിക്ക് ജോലിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഇറ്റലിയിൽ എനിക്ക് മോനും ജീവിക്കണം. പിന്നെ ഞാൻ ജർമ്മൻ എക്സാം പഠിക്കുന്നുണ്ടായിരുന്നു 2021 തൊട്ട്. അതെൻ്റെ ഉടമ്പടിയിലെ നിയോഗമായിരുന്നു. അപ്പോൾ ഒരു 4ാമത്തെ നിയോഗമായിരുന്നു അത്. 2021 വരെ പഠിച്ചിട്ട് ഞാൻ പഠിത്തത്തിലൊക്കെ ഉഴപ്പായി. A2 വരെ ഞാൻ പഠിച്ചിട്ടുള്ളൂ. അത് കഴിഞ്ഞ് B1 B2 ഞാൻ പഠിച്ചിട്ടില്ല. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ തന്നെ പഠിച്ചെന്നൊക്കെ എനിക്കിങ്ങനെ ഞാൻ വെറുതെയൊക്കെ ഇങ്ങനെ യൂട്യൂബിൽ നോക്കിയിട്ട് ഞാൻ എക്സാം എഴുതുന്നുണ്ടായിരുന്നു. 3 പ്രാവശ്യം എഴുതിയപ്പോഴും ഞാൻ പൊട്ടി. പ്രാർത്ഥനയൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഞാൻ പൊട്ടി. അത് കഴിഞ്ഞിട്ട് എനിക്കിനി ഒരു ജോലി വേണം. ജോലി ചെയ്ത് കഴിഞ്ഞതിന് മാത്രമാണ് എനിക്ക് ഇനി 4ാമതേയും കൂടി ഒരു എക്സാം എഴുതാൻ പറ്റുള്ളൂ. കൊച്ചിൻ്റെ കാര്യങ്ങൾ നോക്കണം. അപ്പം ഞാൻ ഉടമ്പടിയിലൊക്കെ വളരെ ശക്തമായിട്ട് പ്രാർത്ഥിച്ചു. ജോസഫച്ചൻ്റെ ഡെയിലി ബ്രെഡ് കൂടുമായിരുന്നു. എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കും. ഒരു ധ്യാനവും മുടക്കത്തില്ല. 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കും. അങ്ങനെ എനിക്ക് ജോലി കിട്ടി. പക്ഷേ ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് 6 മണിക്കൂർ ദൂരെയാണ് ആ ജോലി. എനിക്ക് ഒരു പിടിയില്ല സ്ഥലത്തെക്കുറിച്ച് ഒന്നും. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, അമ്മ എനിക്ക് ആ സ്ഥലത്തെക്കുറിച്ച് ഒന്നും അറിയില്ല. ഞാൻ അവിടെ ചെന്നിട്ട് ആ ജോലിയിൽ എനിക്കുള്ളതാണെങ്കിൽ അമ്മ എനിക്ക് എന്തെങ്കിലും ഒരു അടയാളം തരണം. അല്ലാതെ എനിക്ക് ഈ നാട്ടിൽ എന്നെ സഹായിക്കാനായിട്ട് ആരുമില്ല. ഞാനും കുഞ്ഞും മാത്രമേ ഉള്ളൂ. അങ്ങനെ ഞാൻ എൻ്റെ ബാഗൊക്കെ പാക്ക് ചെയ്ത് ഞാൻ പോയി. പക്ഷേ ഞാൻ അവിടെ ചെന്ന് ഈ 6 മണിക്കൂർ യാത്ര ചെയ്ത് കഴിഞ്ഞ് ഞാൻ ഇറങ്ങുന്നത് ഒരു പള്ളിയുടെ മുറ്റത്താണ്. ആ പള്ളി തുറന്നിട്ടിരിക്കുകയാണ്. ഒരു കത്തീഡ്രൽ ദേവാലയമാണ്. അതിനകത്ത് മാതാവ്, ഞാൻ അന്ന് സ്വപ്നത്തിൽ കണ്ട അതേ മാതാവിൻ്റെ രൂപമാണ് അവിടെ ഇരിക്കുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമായി. കരച്ചിലാണോ എന്താ വരണേന്ന് എനിക്കറിയില്ല. അതിനുശേഷം ഞാൻ ആ ജോലിക്ക് നിന്നു. എന്നിട്ട് എനിക്ക് സാലറി കിട്ടിയപ്പം 4ാമത് B2 എക്സാം എഴുതണമല്ലോ. അപ്പോൾ ഇതുവരെ ഒന്നും കിട്ടിയില്ല. അവിടെ ഇറ്റലിയിൽ നമുക്ക് ഇവിടുത്തെ പോലെ ഗോയിത്തെ അല്ല, മീൻസ് ടെൽക്ക് മാത്രമേ ഉള്ളൂ. അത് സ്പീക്കിങ് മാത്രം നമുക്ക് 1 പ്രാവശ്യം എഴുതിയെടുക്കാം. പിന്നെ ബാക്കി 3 മോഡ്യൂൾ ഒരുമിച്ച് കിട്ടണം. അല്ലാണ്ട് ഒരെണ്ണം കിട്ടി പിന്നെ 2 എണ്ണം എഴുതിയെടുക്കുക അങ്ങനെയുള്ള ഒന്നുമില്ല. എല്ലാം ഒരുമിച്ച് കിട്ടണം. അപ്പം ഞാൻ വിചാരിച്ചു B2 എഴുതാൻ എന്നെക്കൊണ്ട് നടക്കത്തില്ല. കാരണം ഞാനൊരു പൊട്ടി, എനിക്ക് എന്തായാലും ഒന്നും അറിയത്തില്ല. അപ്പോൾ B1 ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. B2 ഇത്രയൊക്കെ എഴുതിയത് കൊണ്ട് എനിക്ക് B1 കിട്ടുമായിരിക്കും. പക്ഷെ അപ്പം ഞാൻ പ്രാർത്ഥനയിലൊക്കെ ജോലിയായി കിട്ടിക്കഴിഞ്ഞപ്പോൾ ചെറുതായിട്ടൊന്ന് ഉടമ്പടിയിലൊക്കെ ഉഴപ്പി. പഠിത്തം ഉഴപ്പായിരുന്നു. എന്നിട്ട് ഞാൻ B1 പോയി എഴുതി. റിസൾട്ട് വന്നപ്പം ഞാൻ ശരിക്കും B1-ൽ B2-നേക്കാളും നന്നായിട്ട് പൊട്ടി. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി. മാതാവിനോടൊന്നും ചോദിക്കാനായിട്ടുള്ള യോഗ്യതയൊന്നുമില്ല. കാരണം ഉടമ്പടി അത്ര കൃത്യതയൊന്നും അല്ലായിരുന്നു. എന്നാലും എനിക്ക് ഭയങ്കര സങ്കടമായി. കാരണം 4ാമത്തെ 2021 തൊട്ട് തുടങ്ങിയതാണ്. B1 പോലും കിട്ടിയില്ല. എന്ത് പറയും, ഞാൻ വീട്ടുകാരോടൊക്കെ എന്ത് പറയും എന്നൊക്കെ ഓർത്ത്. മാതാവിൻ്റെ ഒരു ഗ്രോട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അവിടെ ഇരുന്ന് ഞാൻ ഇടിക്കാനായിട്ടൊക്കെ തുടങ്ങി. എന്ത് ചെയ്യും എന്നൊക്കെ ഓർത്തിട്ട് എനിക്ക് ഭയങ്കര സങ്കടമായി. പക്ഷെ അത് ചെയ്ത് കഴിഞ്ഞപ്പം എനിക്ക് ഭയങ്കര കുറ്റബോധം, പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ എനിക്ക് മനസ്സിൽ ഭയങ്കര ഒരു സങ്കടമായിട്ട് ഞാൻ ജോസഫച്ചൻ്റെ ഒരു ധ്യാനം വെച്ചപ്പോഴേ അത് തുറന്നപ്പോൾ ഞാൻ കേട്ടത് 1ഉം 2ഉം പ്രാവശ്യം ഉടമ്പടി പുതുക്കിയിട്ട് അത് ഉഴപ്പണവർ ദൈവത്തിൻ്റെ മുമ്പിൽ കംപ്ലീറ്റ് ഫ്രോഡാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി, കർത്താവേ, ഞാൻ ഫ്രോഡായിട്ട് ദൈവത്തിൻ്റെ മുമ്പിൽ മുദ്ര കുത്തിയിട്ടുണ്ട്. ഇനി ഞാൻ എങ്ങനെ പോയി പ്രാർത്ഥിക്കും, എന്തും പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കും എന്നൊക്കെ പറഞ്ഞ് കുറേ ദിവസം ഞാനിങ്ങനെ സങ്കടപ്പെട്ടു. പിന്നെ പോയി നല്ലൊരു കുമ്പസാരം നടത്തി. അത് കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ ഇങ്ങനെ പറയുമെങ്കിലും അന്ന് ഞാൻ കടന്നു പോയിക്കൊണ്ടിരുന്നത് ഭയങ്കര
ബുദ്ധിമുട്ടിലൂടെ ആയിരുന്നു. ഞാൻ ഭയങ്കര ഒരു ദിവസം പള്ളിയിൽ പോയി കുർബാനയ്ക്ക് നിന്നിട്ട് ഏറ്റവും പുറകിൽ പോയിരുന്നു. ഞാൻ ഭയങ്കരമായിട്ട് കരഞ്ഞു, ഒരു പട്ടി കരയണ പോലെ അവിടെ ഇരുന്ന് ഞാൻ കരഞ്ഞിട്ട് ഞാൻ പറഞ്ഞ കർത്താവേ, ഞാൻ ഫ്രോഡാണ്, ഞാൻ സമ്മതിച്ചു. പക്ഷേ ഞാൻ ഫ്രോഡാണെങ്കിൽ എനിക്ക് വേറെ ദൈവമൊന്നും ഇല്ലല്ലോ, ഞാൻ ആരോട് പോയി പറയും, എന്നെ ഒന്ന് സഹായിക്കണേ എന്നൊക്കെ പറഞ്ഞ് ഞാൻ അവിടെ ഇരുന്ന് കരഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് കുറച്ച് സമാധാനം കിട്ടി. ഞാൻ വീട്ടിൽ പോയിട്ടും ഞാൻ കരച്ചില്ല. എന്ത് ചെയ്താലും അതിനു മുമ്പ് ബൈബിൾ തുറന്നു നോക്കുന്ന ഒരു സ്വഭാവം എനിക്കുണ്ട്. അത് വിജയകുമാർ സാറിൻ്റെ പണ്ടത്തെ ധ്യാനത്തിൽ നിന്ന് എനിക്ക് കിട്ടിയതാണ്. അപ്പം ഞാൻ എന്ത് ചെയ്താലും ബൈബിൾ തുറന്നു നോക്കും. അപ്പോൾ എനിക്ക് പിന്നെ ബൈബിൾ തുറന്ന് നോക്കാൻ പേടിയായി, കാരണം ഞാൻ ഉടമ്പടി ഉഴപ്പി, ഞാൻ ഫ്രോഡാണ്. അപ്പോൾ എങ്ങനെ ഞാനിനി ബൈബിൾ തുറന്ന് നോക്കും? മിക്കപ്പോഴും ശാസനയൊക്കെ കിട്ടാറുണ്ടെന്ന്. അപ്പോൾ അതൊക്കെ കിട്ടുമ്പോൾ എനിക്ക് പേടി, ഇനി അങ്ങനെ വല്ലതും കിട്ടിക്കഴിഞ്ഞാൽ എനിക്കിനി മുമ്പോട്ട് പോകാനായിട്ടൊരവസ്ഥ, ഒരു ധൈര്യമില്ല. ചിലപ്പോൾ എനിക്ക് ചില മനസ്സിലാകാത്ത വചനങ്ങളായിരിക്കും, അതാണെങ്കിലും എനിക്ക് സങ്കടം. അപ്പം ഞാനിനി ഒരിക്കലും ബൈബിൾ വായിക്കത്തില്ല എന്നും പറഞ്ഞ് ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പം എൻ്റെ മനസ്സിൽ ആരോ പറയുന്നുണ്ട്, ഇല്ല നീ ബൈബിൾ തുറന്ന് വായിക്ക്. പക്ഷെ ഞാൻ മനസ്സിൽ ഇല്ല എന്നെ കൊന്നാലും ഞാൻ വായിക്കത്തില്ല, എനിക്ക് പേടിയാണ് വായിക്കാൻ. എന്നിട്ട് ഞാനിങ്ങനെ മനസ്സിൽ വിചാരിക്കുക, പണ്ടെന്ന് ഞാനൊരു വെബ് സീരീസ് കാണുമായിരുന്നു, ഒരു ഗാർഡിയൻ ഏഞ്ചലിൻ്റെ. അപ്പം അങ്ങനെ എന്തെങ്കിലുമൊക്കെ എനിക്ക് എൻ്റെ അനുഭവത്തിൽ ഒരു സ്വപ്നമെങ്കിലും കാണുവാണെങ്കിൽ ഞാൻ ബൈബിൾ വായിക്കാമെന്നൊക്കെ പറഞ്ഞിരുന്ന് ഞാനിങ്ങനെ എൻ്റെ കട്ടിലിരുന്ന് കരയുക. മോൻ ഉറങ്ങിക്കിടക്കുന്നുണ്ട്, ഉച്ച കഴിഞ്ഞ സമയം. അപ്പം എൻ്റെ കാലിൽ പെട്ടെന്ന് ആരോ തൊടുന്ന പോലൊരു ഫീൽ, ഒരു എർത്തടിക്കുന്ന പോലെ ഫീൽ എനിക്കുണ്ടായി. എന്നിട്ട് അപ്പം ഞാൻ നോക്കുമ്പോൾ ഒരു അദൃശ്യമായിട്ടുള്ളൊരു രൂപം, അത് ഞാൻ കരച്ചിലാണ് ഭയങ്കര, എനിക്ക് പേടിയൊന്നും തോന്നിയില്ല. ഇങ്ങനെ കരഞ്ഞുകൊണ്ട് ഞാൻ നോക്കുമ്പോൾ അവരെന്നോട് പറയാം, നീ ബൈബിൾ തുറന്ന് വായിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, നീ നിനക്ക് വേണ്ടി വായിക്കണ്ടേ, എനിക്ക് വേണ്ടി വായിക്കും, നീ 1 കൊറിന്തോസ് വചനം എടുത്ത് വായിക്കുക. അപ്പം ഞാൻ അതെടുത്ത് വായിച്ചപ്പോഴത്തേക്കും അതിനകത്ത് കണ്ടത്, ഉടമ്പടിയിൽ നമ്മൾ എന്തൊക്കെ പാപങ്ങൾ വെറുത്തുപേക്ഷിക്കണോ ആ വചനങ്ങൾ, വ്യഭിചാരം, അശുദ്ധി, ദുർവൃത്തി, വിഗ്രഹാരാധന, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ. പിന്നെ അത് ചെയ്തു കഴിഞ്ഞാൽ നിനക്ക് നിൻ്റെ ജീവിതത്തിൽ വരാൻ പോകുന്ന അനുഗ്രഹങ്ങളുടെ ഒരു കാര്യത്തിനെക്കുറിച്ച് അതിൽ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം എനിക്ക് മനസ്സിലായി, ഓക്കെ, ദൈവം എന്നെ സ്വീകരിച്ചു. അപ്പം തന്നെ ഞാൻ മുട്ടുകുത്തിന്ന് ദൈവത്തിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ച് ഞാൻ ഉടമ്പടിയിലായിരിക്കും എന്നൊക്കെ ദൈവത്തോട് വാഗ്ദാനം ചെയ്തിട്ട് ഞാൻ പിന്നെ ഒന്നും കൂടി ഞാൻ ബൈബിൾ എടുത്ത് വായിച്ചു. ഇനി ഇത് എൻ്റെ മനസ്സിൽ തോന്നിച്ചിട്ടാണ് ഞാൻ ഒന്നും കൂടി എടുത്ത് നോക്കട്ടെ എന്ന് പറഞ്ഞ് ഞാൻ നോക്കിയപ്പോൾ എനിക്ക് കിട്ടിയ വചനം പുറപ്പാട് 3-ാം അധ്യായം 6-ാം തിരുവചനമാണ്. അതിങ്ങനെ ആയിരുന്നു, ദൈവം ദൈവത്തിൻ്റെ മലയിൽ വെച്ചിട്ട് മോസസിനെ വിളിക്കുന്നുണ്ട്, മോസസ്. ദൈവം തൻ്റെ പേര് റിവീൽ ചെയ്യുന്നുണ്ട്, ഞാൻ അബ്രഹാത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമാണ്. അപ്പം അത് വായിച്ചതോടുകൂടി എനിക്ക് ഭയങ്കരമായിട്ടൊരു എനിക്കെന്തോ എൻ്റെ ശരീരം ഫുൾ എർത്തടിക്കുന്ന പോലെ ഒരു ഫീൽ ഉണ്ടായിട്ട് ഞാൻ വിചാരിച്ചു, ഇത് ആദ്യമായിട്ട് മോസസിനെ ദൈവം വിളിക്കുന്നതാണ്. ഇസ്രായേൽ ജനത്തിനെ ദൈവത്തിൻ്റെ ഉടമ്പടിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ദൈവം ആദ്യമായിട്ട് വിളിക്കുന്നത്. അപ്പം ഞാൻ എൻ്റെ ഉടമ്പടി ചെയ്യുന്നത് ദൈവമായിട്ടാണ്. എനിക്ക് ഇതൊക്കെ അറിയാമെന്നെങ്കിൽ അതൊരു ഇമാജിനേഷനിൽ മാത്രമായിരുന്നു, എനിക്കൊരു ഒരു ബോധമില്ലാത്ത ഒരാളെപ്പോലെ ഉടമ്പടിയിലായിരുന്നു ഞാൻ. അപ്പോൾ എനിക്ക് അന്ന് വന്നതോടുകൂടി എനിക്കൊരു ബോധം ഉണ്ടായി, ഞാൻ ദൈവമായിട്ടാണ് ഉടമ്പടി എടുത്തിരിക്കുന്നത്. ഇനി ഇത് ചെറിയ കാര്യമൊന്നുമല്ല, ഇനി ഞാനൊരു ചെറിയ ഒരു രീതി പോലും മാറ്റാൻ പാടില്ല. അന്നോട്ട് ഞാൻ പഴയ നിയമം വായിക്കാൻ തുടങ്ങി. അങ്ങനെ ഞാൻ വായിച്ച് ഒരു ദിവസം ജോസപ്പച്ചൻ്റെ ധ്യാനം കേട്ടപ്പോൾ ജോസപ്പച്ചൻ അതിനകത്ത് പറയുന്നുണ്ട്, നിൻ്റെ ലക്ഷ്യങ്ങൾക്ക് തമ്മിലുള്ള ദൂരം എന്ന് പറയുന്നത് നീ നിൻ്റെ ദൈവത്തിനെ ദൈവമായി അംഗീകരിക്കുന്ന സമയം വരെ ഉള്ളൂ നിൻ്റെ ലക്ഷ്യങ്ങളും നീയുമായിട്ടുള്ള ദൂരം. അത് കേട്ടപ്പോൾ ഞാൻ പറഞ്ഞത് എനിക്ക് വേണ്ടിയിട്ടുള്ളതാണ്, ഇതെനിക്ക് വേണ്ടിയിട്ട് മാത്രമാണ് അച്ഛൻ ഇപ്പോൾ പറഞ്ഞത്. അല്ലെങ്കിൽ എൻ്റെ മനസ്സിലൊരു ചോദ്യമായിരുന്നു, ഇനി എൻ്റെ ലൈഫിൽ എന്താ പോരായ്മ. അപ്പോൾ ഇതെൻ്റെ പോരായ്മ, ഞാൻ ദൈവത്തിനെ അംഗീകരിച്ചിട്ടില്ല. അന്ന് തുടങ്ങി ദൈവത്തിനെ ദൈവമായി അംഗീകരിക്കാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു. അതിൻ്റെ കൂടെ തന്നെ എൻ്റെ B2 എക്സാമിന് വേണ്ടിയിട്ട് ഞാൻ ഡേറ്റ് എടുത്തു. ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. രാവിലെ 3 മണിക്കൊക്കെ എഴുന്നേറ്റ് നിന്ന് ബാൽക്കണിയിൽ ഇറങ്ങി നിന്ന് ഞാൻ ഇങ്ങനെ കൈവിരിച്ച് നിർത്തിയൊക്കെ പ്രാർത്ഥിക്കും. അങ്ങനെ പ്രാർത്ഥിച്ച് കുറച്ച് നാൾ കഴിഞ്ഞപ്പം എനിക്ക് പഠിച്ചിട്ടൊന്നും തലേ കയറുന്നില്ല. കാരണം B1 ഒന്നും ഞാൻ പഠിച്ചിട്ടില്ല, B2 ഞാൻ പഠിച്ചിട്ടില്ല, ഒരു ടച്ചും ഇല്ല. ഇങ്ങനെ ഒരാൾ ഞാൻ എങ്ങനെ മുമ്പോട്ട് പോകും, ഇത് ലാസ്റ്റത്തെ ഇനി ഞാൻ എഴുതൂല എന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ ഒരു ദിവസം ഇരുന്നിങ്ങനെ രാവിലെ 3 മണിക്ക് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഈ ഒരു പുസ്തകം ഞാൻ ബൈബിളിൽ വായിച്ചിട്ടില്ല, അതെൻ്റെ മനസ്സിലോട്ട് വരുവാണ്. 1 മക്കാബായർ 3:18-19 വചനങ്ങൾ നീ പോയി എടുത്ത് തുറന്ന് വായിക്കുക. ഞാനതെടുത്ത് തുറന്ന് വായിച്ചപ്പം ഇങ്ങനെയാണ് അതിനകത്ത് എഴുതിയിരിക്കുന്നത്, രക്ഷ നൽകാൻ ഉപയോഗിക്കുന്ന സൈന്യം ചെറുതോ വലുതോ എന്നത് ദൈവസന്നിധിയിൽ അപ്രധാനമാണ്. സൈന്യത്തിൻ്റെ വലിപ്പത്തെ ആശ്രയിച്ചല്ല യുദ്ധത്തിൻ്റെ വിജയം, ശക്തി ദൈവത്തിൽ നിന്നാണ് വരുന്നത്. അപ്പം പിന്നെ എനിക്ക് ഉറപ്പായി, ഇനി എനിക്ക് ഒന്നുമില്ല, മാതാവ്, ഇമ്പോസിബിൾ തിങ്സ്, നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. അപ്പം ഞാൻ എൻ്റെ എല്ലാ തെറ്റുകളും ക്ഷമിക്കണമെന്നും പറഞ്ഞ് ഞാൻ പിന്നെ ഉടമ്പടിയിലായിരുന്നു എൻ്റെ ജീവിതം. ഞാൻ ഉടമ്പടിയിൽ അങ്ങ് ഇറങ്ങി ജീവിക്കുമായിരുന്നു.
ഞാൻ പഠിച്ചു. അന്നത്തെ എൻ്റെ അവസ്ഥ ഭയങ്കര ഇതാണ് കേട്ടോ. ഫുഡൊക്കെ ഞാൻ ഭയങ്കര ഫാസ്റ്റിംഗ് ഒക്കെ ആണ്, ഇപ്പോഴും അതെല്ലാം ആണ്. പക്ഷെ അന്ന് ഞാൻ വല്ലാത്തൊരവസ്ഥയിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ദൈവത്തിൻ്റെ ഒരു സാന്നിധ്യം എനിക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഡേറ്റ് എടുത്തു. എൻ്റെ എക്സാം സെപ്റ്റംബർ 28, 2025 ഞാൻ എക്സാം എഴുതി. ഞാൻ തിരിച്ചു വന്നു. എനിക്ക് അനുഗ്രഹങ്ങളൊക്കെ ഒരുപാട് കിട്ടുന്നുണ്ടായിരുന്നു ആ സമയത്ത്. ഞാൻ ഇങ്ങനെ ഒരു ദിവസം തിരിച്ചു വന്നതിന് ശേഷം ഞാനിങ്ങനെ അതിനു മുമ്പ് ഞാൻ തിരിച്ച് 28 തീയതി എക്സാം കഴിഞ്ഞ് ഒക്ടോബർ 1 ഞാൻ ജോലിയിൽ തിരിച്ചു കയറി. അന്ന് തന്നെ എൻ്റെ എംപ്ലോയർ എൻ്റെ അടുത്ത് വന്നിട്ട് പറയുകയാണ്, നിൻ്റെ ജോലിയിൽ ഇനി ഇവിടെ തുടരാൻ പറ്റത്തില്ല, നീ 3 ദിവസം അവധിയെടുത്തു. ഇനി ഒക്ടോബർ 12 ജോസഫച്ചൻ്റെ ധ്യാനം റോമിൽ വരുന്നുണ്ട്, അപ്പോൾ അതിന് നീ അവധി ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത്രയും ദിവസം അവധി തരാനായിട്ട് ഞങ്ങൾക്ക് പറ്റത്തില്ല, അതുകൊണ്ട് നീ ഇവിടുന്ന് പൊയ്ക്കോ, ഞങ്ങളുടെ അമ്മേനെ വേറൊരു സ്ഥലത്തോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പോകണം. അപ്പോൾ ഞാൻ വിചാരിച്ചു, അപ്പോൾ എൻ്റെ ജോലി ഞാൻ എന്ത് ചെയ്യും? എനിക്കപ്പോൾ ഒരു ടെൻഷൻ ഉണ്ടായി. അപ്പം പിന്നെ എന്നിട്ട് ഞാൻ അയാളോടൊന്നും പറഞ്ഞില്ല. അയാൾ പറഞ്ഞത് ഞാൻ അക്സെപ്റ്റ് ചെയ്തു. എന്നിട്ട് ഞാൻ എനിക്ക് അറിയാവുന്നൊരു ഇറ്റാലിയൻ ഫാമിലിനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, എന്നോട് അവരിങ്ങനെയൊക്കെയാണ് പറയുന്നത്, എന്നോട് ഇന്ന് രാത്രി തന്നെ, ഒക്ടോബറാണ്, അവിടെ തണുപ്പൊക്കെ ഒക്ടോബർ തുടങ്ങുന്നതല്ല, പക്ഷേ ആ മാസം ആ ഒക്ടോബർ ആയപ്പോൾ തന്നെ തണുപ്പൊക്കെ തുടങ്ങി. എൻ്റെ കയ്യിൽ തണുപ്പിൻ്റെ ഡ്രസ്സൊന്നുമില്ല, കുഞ്ഞിനുണ്ട്, ഞാൻ എങ്ങനെ തിരിച്ചു പോകും? അപ്പോൾ ആ ഇറ്റാലിയൻ ഫാമിലീസ് ഇങ്ങനെ പറഞ്ഞു, അയ്യോ അയാൾ എന്തൊരാളാണ്, ഞാൻ ആ മനുഷ്യനെ വിളിച്ച് ചോദിക്കട്ടെ, അയാളെക്കുറിച്ച് ഇങ്ങനെ പറയാൻ തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ മനസ്സിലപ്പോൾ ഒരു ബൈബിൾ വചനം ഓർമ്മ വന്നു. അതായത് 2 സാമുവേൽ 19:10 അതിനകത്ത് ഇങ്ങനെ പറയുന്നത്, അബ്സലോമിനോടൊക്കെ ദാവീദ് യുദ്ധം ചെയ്തിട്ട് തിരിച്ച് അവർ ഒരു സ്ഥലത്ത് ഒരു മലയിൽ പോയിരിക്കുമ്പം ഷീമയി എന്ന് പറയുന്ന ഒരാൾ ദാവീദിനെ കുറ്റം പറയുന്നുണ്ട്. അപ്പോൾ ദാവീദിൻ്റെ അനുചരന്മാർ ഈ ഷീമയിനെ വധിക്കാനായിട്ട് ചെല്ലുമ്പോൾ ദാവീദ് അവരെ തടഞ്ഞിട്ട് പറയും, ദാവീദിനെ ശപിക്കുക എന്ന് ദൈവം അവനോട് അരുൾ ചെയ്തിട്ടാണ് അവനിത് ചെയ്യുന്നതെങ്കിൽ തടയാൻ നിങ്ങൾക്ക് എന്ത് കാര്യം എന്ന്. അപ്പോൾ എനിക്കത് വന്നപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പോൾ ആ വചനം എൻ്റെ മനസ്സിലോട്ട് വന്നപ്പോൾ എനിക്ക് മനസ്സിലായി, എന്നെ ഈ ജോലി എന്ന് പറഞ്ഞു വിടുന്ന ദൈവമാണ്. ദൈവം അനുവദിക്കാതെ അല്ലല്ലോ അയാൾ എന്നെ ഇവിടുന്ന് പറഞ്ഞു വിടുന്നത്. സോ എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ പൊക്കോളാം, അയാളെ ഒന്നും പറയണ്ട, അയാളെ നമുക്ക് അനുഗ്രഹിക്കുക മാത്രം ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഞാൻ രാത്രി 12 മണിക്കാണ് എനിക്ക് ടിക്കറ്റ്. ഞാൻ അവിടുന്ന് കയറി തിരിച്ച് എൻ്റെ സ്ഥലത്ത് വന്നു. പക്ഷേ എനിക്ക് അവിടെ അക്കോമഡേഷൻ ഇല്ല, വീടില്ല, ഒന്നുമില്ല. എൻ്റെ കയ്യിൽ 6 മാസമുള്ളൊരു കൊച്ചുണ്ട്, ഞാനുണ്ട്. ഞാനിങ്ങനെ ബസ് സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് അവിടെ ഇരിക്കുക തണുപ്പത്ത്. എനിക്ക് എന്ത് ചെയ്യണമെന്ന് ഒരു പിടിയില്ല. 1 മണിക്കൂർ തണുപ്പൊക്കെ കൊണ്ട് ഞാൻ നല്ലപോലെ തണുത്ത് മരച്ചവിടെ ഇരുന്നു. പക്ഷേ ഞാനൊന്നും ചോദിക്കാൻ പോയില്ല, ഞാൻ ഉടമ്പടി എടുത്തതാണോ എന്നൊന്നും ഞാൻ ചോദിച്ചില്ല. എനിക്കറിയായിരുന്നു ദൈവം എന്നെ സഹായിക്കുമെന്ന്. എന്നിട്ട് ഞാനൊരു ടീ ഷോപ്പിൽ കയറി കുറച്ച് നേരം അവിടെ ഇരുന്നു. അവിടെ ഇരുന്ന് കഴിഞ്ഞപ്പം ഒരു 9:45 ആയിട്ടും എനിക്ക് എങ്ങും അക്കോമഡേഷൻ ഒന്നും കിട്ടുന്നില്ല. അപ്പോൾ എനിക്ക് ടെൻഷനായി. അപ്പം ഞാൻ ആണെങ്കിൽ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി, ദൈവമേ എന്നെ കൈവിടല്ലേ കേട്ടാ, ഞാൻ എന്ത് ചെയ്യും ഈ കുഞ്ഞിനെയും കൊണ്ട്? എന്നെ സഹായിക്കാൻ വേറെ ആരുമില്ല, എനിക്ക് നീ മാത്രമേ ഇവിടെ പറയാനായിട്ടുള്ളൂ, എന്തെങ്കിലും ഒന്ന് വേഗം ചെയ്യ് എന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ ഇരിക്കുമ്പം എൻ്റെ ഫോണിലോട്ടൊരു കോള് വന്നു. ഒരു 9:40 10 മണി ആയിട്ടില്ല. ഒരു കോള് വന്നു. അതെൻ്റെ എംപ്ലോയറിൻ്റെ കോളാണ്. എന്നോട് പറഞ്ഞ്, അയ്യോ മരിയ എന്നോട് ക്ഷമിക്കണം, നീ തിരിച്ചു വാ, കാരണം അമ്മേനെ ട്രാൻസ്ഫർ ചെയ്ത ഹോസ്പിറ്റലിൽ അമ്മേനെ എടുക്കാനായിട്ട് അവിടെ പറ്റത്തില്ല, അവിടെ സ്ഥലമില്ല, അതുകൊണ്ട് ഇവിടെ വേറെ ആരുമില്ല, നീ തന്നെ തിരിച്ചു വാന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് സന്തോഷമായി. അപ്പോൾ എൻ്റെ അയാളോട് പറഞ്ഞു, നിനക്ക് ഇതുവരെ ചിലവായി എല്ലാ പൈസയും ഞാൻ നിനക്ക് തരാം, അതുമാത്രമല്ല നീ ചോദിച്ച എല്ലാ ലീവും ആനുകൂല്യങ്ങളും കൂടി നിനക്ക് ഞാൻ ഈ ജോലി തരാം, വിസ പുതുക്കാം, എല്ലാം ചെയ്യാമെന്ന് പറഞ്ഞ് അങ്ങനെ എന്നെ ആ ജോലിക്ക് തിരിച്ചു കിട്ടി. പിന്നെ എനിക്ക് അവിടെ നല്ല സുഖമായിട്ടായിരുന്നു ആ ജോലി. എനിക്ക് പിന്നെ അനുഗ്രഹങ്ങളുടെ ഒരു ഘോഷയാത്രയായിരുന്നു എൻ്റെ ലൈഫിൽ. ദൈവം എന്നെ ഒരുപാട് ചോദിക്കുന്നത്, ഇപ്പം ഇന്ന് രാത്രി ചോദിച്ചാൽ രാവിലെ എനിക്ക് കിട്ടും. ഒരു ദിവസം ഞാൻ ഒരു ധ്യാനം കൂടിക്കൊണ്ടിരുന്നപ്പോൾ, അച്ഛൻ്റെ ധ്യാനം ഒരു സാക്ഷ്യം കൂടിയപ്പോൾ ഒരു ചേട്ടൻ പറയുന്നുണ്ടായിരുന്നു, ഒരു 1-2 കോടിയുടെ ഏതോ ഒരു കോൺട്രാക്റ്റ് വേണം ആ ചേട്ടൻ്റെ ജോലി മുമ്പോട്ട് പോകാൻ. എന്നിട്ട് ആ ചേട്ടൻ ഇങ്ങനെ ഉടമ്പടിയിൽ ശക്തമായിട്ട് പ്രാർത്ഥിച്ച് കാരുണ്യ പ്രവൃത്തികളൊക്കെ ചെയ്തപ്പം ആ ചേട്ടന് പിറ്റേ ദിവസം ആ കോൺട്രാക്റ്റ് കിട്ടിയതായിട്ട്. അപ്പം ഞാനിങ്ങനെ ഇരുന്ന് ആലോചിച്ചു, ദൈവമേ എനിക്കും ഉണ്ടൊരു 2-2.5 ലക്ഷം 3 ലക്ഷം രൂപ കട, ഇത് ഞാൻ എങ്ങനെ കൊടുത്തു തീർക്കും? എന്നെ ഇതുപോലെയൊക്കെ ഹെൽപ്പ് ചെയ്യുമോ എന്നൊക്കെ ചോദിച്ചിട്ട് ഞാനിങ്ങനെ ജസ്റ്റ് എൻ്റെ ഫോണൊന്ന് തുറന്നു നോക്കിയപ്പം 2,30,000 നമ്മുടെ ഇന്ത്യൻ മണി 2,35,000 രൂപ എൻ്റെ ഫോണിൽ ക്രെഡിറ്റ് ആയിട്ടുണ്ട്. അതെങ്ങനെയാണ് ഇന്ന് വന്നതെന്ന്, അതിൻ്റെ സോഴ്സ് എവിടെ നിന്നാണെന്ന് എനിക്ക് അറിയത്തില്ല, പക്ഷെ അവിടുത്തെ ഗവൺമെൻറ്റിൽ നിന്നാണ് എനിക്ക് വന്നേക്കുന്നത്. അങ്ങനെ
ഞാൻ ദൈവത്തിനോട് ഒരുപാട് നന്ദി പറഞ്ഞു. ദൈവം എന്നെ എന്തോരം സ്നേഹിക്കുന്നുണ്ടെന്നും നമ്മളുടെ അടുത്ത് നിന്ന് ഇങ്ങനെ കേൾക്കുവാണെന്നും എനിക്ക് അന്നേരം ബോധ്യമായി. ഇമാജിനേഷനേക്കാളും നമ്മുടെ ഒരു വിശ്വാസത്തിനേക്കാളൊക്കെ ഉപരി എനിക്ക് ഉറപ്പായി ദൈവം ഉണ്ട്. പണ്ട് ദൈവം പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ ഇസ്രായേൽ ജനത്തിന് വേണ്ടി ചെങ്കടൽ വിഭജിച്ചത് പണ്ട് പുസ്തകത്തിൽ എഴുതി വെച്ചത് മാത്രമല്ല, ഹീ സ്റ്റിൽ അലൈവ്. വെൻ ഗോഡ് സ്റ്റാർട്ട് ടു ആക്ട് ദർ ഇസ് നോ ലിമിറ്റ്. അതെനിക്ക് എൻ്റെ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യുമായിരുന്നു ഞാൻ ആ സമയത്തൊക്കെ. അത് കഴിഞ്ഞ് പിന്നീട് ഒരു ദിവസം എൻ്റെ കുഞ്ഞിന് അതുകൊണ്ട് നേരത്തെ കിട്ടിയ പൈസ കൊണ്ട് എൻ്റെ കടം തീർത്തു. അത് കഴിഞ്ഞിട്ട് എനിക്ക് എൻ്റെ കൊച്ചിന് ഭക്ഷണം വാങ്ങിക്കാൻ, എനിക്ക് ഭക്ഷണം വാങ്ങിക്കാനായിട്ടൊക്കെ എനിക്ക് സാലറി കിട്ടും, ജോലിയുണ്ട്. അതുകൊണ്ട് തികയത്തില്ല എല്ലാ കാര്യങ്ങളും. കാരണം ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് എല്ലാത്തിനും ഡബിൾ പൈസയാണ്. ഇവിടെ 100 രൂപയാണെങ്കിൽ അവിടെ 200 രൂപ കൊടുക്കണം. അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. അപ്പം ഞാൻ എപ്പോഴും ദൈവത്തിനെ, അബ്രഹാത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമേ, അമ്മ മാതാവിനെ സൃഷ്ടിച്ച ദൈവമേ, ഔസേപ്പ് പിതാവിനെ സെലക്ട് ചെയ്ത ദൈവം, എങ്ങനെ ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു, എന്നെ ഒന്ന് സഹായിക്കണം, എൻ്റെ കുഞ്ഞിനും എനിക്കും ഭക്ഷണം കഴിക്കാനായിട്ട് പൈസ എൻ്റെ കയ്യിലില്ല, എനിക്കിനി മുമ്പോട്ട് കുറേ കാര്യങ്ങളുണ്ട്, എന്ത് ചെയ്യണമെന്നൊക്കെ. ഇപ്പോൾ ഞാനിങ്ങനെ ഒരു ദിവസം രാത്രി പ്രാർത്ഥിച്ചിട്ട് ഞാൻ കിടന്നു. രാവിലെ ആയപ്പം എൻ്റെ ഡോറിൽ ഒരാൾ കൊട്ടു. ഞാൻ ഈ പ്രാർത്ഥിച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ എൻ്റെ ഡോറിൽ ഒരാൾ കൊട്ടുവാണ്. എന്നിട്ട് ആൾ എന്നോട് ചോദിക്കുകയാണ്, ഈ പേപ്പറിലൊന്ന് സൈൻ ചെയ്യും. ഞാൻ ചോദിച്ചാൽ എന്തിനാണ് ഞാൻ സൈൻ ചെയ്യുന്നത്? അപ്പം അത് നിങ്ങൾക്ക് ഇവിടുത്തെ പഞ്ചായത്തിൽ നിന്ന് നമ്മുടെ ഇന്ത്യൻ മണി ഒരു 50,000 രൂപ ഫുഡ് മേടിക്കാൻ വേണ്ടി മാത്രം ക്രെഡിറ്റ് ആയിട്ടുണ്ട്. ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് എത്രമാത്രം മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. എൻ്റെ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്ത കാര്യമാണ്. എന്നിട്ട് പറയും, നിങ്ങളിത് എന്നിട്ട് പോസ്റ്റ് ഓഫീസിൽ പോയി അതിനകത്തുനിന്ന് പൈസ ക്രെഡിറ്റ് ആയിട്ട് എടുത്തോളാൻ പറയും. എന്നിട്ട് ഞാൻ പോസ്റ്റ് ഓഫീസിൽ പോയി അന്വേഷിച്ചു, ഇതെങ്ങനെയാണ് സംഭവം, ഞാനിതിന് വേണ്ടി ആപ്ലിക്കേഷനൊന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ എന്നോട് പോസ്റ്റ് ഓഫീസിൽ ഇരുന്ന വുമൺ പറഞ്ഞു, അയ്യോ, ഇതിന് വേണ്ടിയിട്ട് നമ്മൾ 1 വർഷം മുമ്പെങ്കിലും ആപ്ലിക്കേഷൻ ചെയ്ത് കൊടുത്താലേ നമുക്കിത് കിട്ടുള്ളൂ, നിങ്ങളങ്ങനെ എപ്പോൾ ചെയ്തേ? ഞാൻ പറഞ്ഞു, ഞാനിവിടെ വന്നിട്ടാകെ 4 മാസമേ ആയിട്ടുള്ളൂ, എനിക്കിവിടുത്തെ പഞ്ചായത്ത് എവിടെയാണെന്ന് പോലും അറിയത്തില്ല, ഞാനിത് ചെയ്തിട്ടില്ല. അതിൻ്റെ സോഴ്സ് അമ്മ മാതാവാണ് എനിക്കത് അങ്ങനെ ഒരു കാര്യം ചെയ്തു തന്നത്. എനിക്ക് വേണ്ടി ആരും ആപ്ലിക്കേഷൻ കൊടുത്തതെന്നൊന്നും എനിക്കറിയില്ല. എൻ്റെ ഉറപ്പ് മാതാവാണ് അവിടെ ചെന്ന് വേണ്ടി എനിക്ക് ആ ഉറപ്പ് കൊടുത്തേക്കുന്നത്. അങ്ങനെ 500 യൂറോയുടെ ഒരു കാർഡ് എനിക്ക് കിട്ടി. ഏത് സൂപ്പർ മാർക്കറ്റിൽ ചെന്നാലും ഏത് ഫുഡിൻ്റെ അവിടെ ചെന്ന് കഴിഞ്ഞാലും ആ കാർഡ് കൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള ഫുഡ് വാങ്ങിക്കാം. അങ്ങനെ എനിക്ക് 2 അനുഗ്രഹം പെട്ടെന്ന് എനിക്ക് കിട്ടിയത്. ചോദിക്കുന്നത് അറ്റ് ദ സ്പോട്ട് കിട്ടുവാണ്. അധികം താമസിക്കത്തൊന്നുമില്ല, അപ്പം തന്നെ കിട്ടും. പിന്നെ എൻ്റെ ഞാൻ അച്ഛൻ്റെ ഡെയിലി ബ്രെഡും ധ്യാനം എല്ലാ കാര്യങ്ങളും മുടങ്ങുക ചെയ്യുമായിരുന്നു, കുമ്പസാരിക്കുമായിരുന്നു, കാരുണ്യപ്രവൃത്തികൾ ഇതിൻ്റെ ഇടയ്ക്ക് ഉണ്ടായിരുന്നു. പിന്നെ സെപ്റ്റംബർ 28 എഴുതിയ എക്സാമിൻ്റെ റിസൾട്ട് ഒക്ടോബർ 27 ആയപ്പോൾ വന്നു. ഞാൻ B2 ഫുൾ മോഡ്യൂൾ പാസ്സായി. അതിനുശേഷം പിന്നെ എനിക്കൊരു കടമ്പയെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അക്സെപ്റ്റൻസിന് വേണ്ടി ജർമ്മനിയിൽ വെക്കണം. അതിന് വെച്ചപ്പോൾ എൻ്റെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് എക്സ്പയർഡ് ആയതായിരുന്നു. അപ്പോൾ എൻ്റെ ഏജൻറ്റ് പറഞ്ഞു, രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് എക്സ്പയർഡ് ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും, കാരണം അവരത് വാലിഡിറ്റി ഉള്ളത് ചോദിക്കും, അത് ഉറപ്പാണ്, കിട്ടാനായിട്ട് ഒരു ചാൻസും ഇല്ല. അപ്പം ഞാൻ എനിക്കതിൽ വലിയ കാര്യമൊന്നും തോന്നിയില്ല, കാരണം മാതാവുണ്ടല്ലോ, എൻ്റെ എല്ലാ കാര്യങ്ങളും ഇതുവരെ ചെയ്ത മാതാവാണെങ്കിൽ ദൈവം എന്നോട് നോന്ന് പറഞ്ഞിട്ടില്ല, എൻ്റെ ഇത് പുതുക്കാനും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഇതിങ്ങനെ തന്നെ വെക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഞാൻ വെച്ചു. അത് കഴിഞ്ഞിട്ട് ജനുവരി ഞാൻ ജോലി റിസൈൻ ചെയ്തിട്ട് ഇവിടെ വന്നു. ഞാനിവിടെ വന്ന് ഇവിടെ സാക്ഷ്യത്തിലിരിക്കേണ്ട ഒരു അച്ഛൻ്റെ ബ്ലെസ്സിങ് വാങ്ങിച്ചിട്ട് ഞാൻ കാര്യം പറഞ്ഞു. അപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞു, മാതാവ് അസാധ്യ കാര്യങ്ങളാണ് കാണിച്ചു തരുന്നത്, അതേപോലെ സമയചുരുക്കത്തിൻ്റെ മാതാവാണ്, എല്ലാ കാര്യങ്ങളും ശരിയാക്കും എന്ന് പറഞ്ഞു. 2 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ അക്സെപ്റ്റൻസ് വന്നു. എൻ്റെ ഇൻ്റർവ്യൂവിൽ എനിക്ക് കിട്ടി. ആദ്യത്തേത് എനിക്ക് കിട്ടിയില്ല, 2ാമത്തെ ഇൻ്റർവ്യൂ എനിക്ക് കിട്ടി. അത് കഴിഞ്ഞിട്ട് ഞാൻ വിസയ്ക്ക് അപ്ലൈ ചെയ്തു കഴിഞ്ഞപ്പം എനിക്ക് എൻ്റെ വിസ ഇന്ന് വന്നിട്ടുണ്ട്. ഞാൻ ഇന്ന് പോയി വിസ വാങ്ങിച്ചിട്ട് ഇവിടെ വന്നാണ് തുറന്നു നോക്കിയത്. അപ്പോൾ എനിക്ക് എൻ്റെ ജർമ്മൻ വിസ കിട്ടിയിട്ടുണ്ട്. എനിക്ക് ഇത്രേ പറയാനുള്ളൂ, നമ്മൾ ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വിശ്വാസമല്ല വേണ്ടത്. വിശ്വാസമൊക്കെ യേശുക്രിസ്തുവിൻ്റെ വരവിന് മുമ്പ്, യേശുക്രിസ്തുവിൻ്റെ പീഡാസഹനത്തിന് ഉദ്ധാനത്തിനൊക്കെ മുമ്പ് വിശ്വാസത്തിന് അർത്ഥം ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ഉടമ്പടിയിലുള്ള ഈ നമ്മളെന്ന് പറയുന്ന ഈ ജനങ്ങൾക്ക് വേണ്ടത് ഒരുറപ്പാണ്. നമ്മുടെ ദൈവം ഇന്നും ജീവിക്കുന്നുണ്ട്. നമ്മളെന്നും നമ്മുടെ എന്ത് കാര്യത്തിലും ദൈവം കൂടെ ഉണ്ടാവും. നമ്മൾ വേറെ ആരുടെ മുമ്പിലും തല താത്തേണ്ട കാര്യമില്ല. ദൈവം നമ്മളെ പൊന്നുപോലെ കൊണ്ടു തുടങ്ങും, കൂട്ടത്തിൽ കൊണ്ടു നടക്കും എന്നുള്ളൊരു ഉറപ്പ് മാത്രമാണ് വേണ്ടത്.
പിന്നെ കാരുണ്യ പ്രവൃത്തികൾ ഞാൻ ഇറ്റലിയിൽ നിന്നപ്പോൾ അധികം ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഞാനിവിടെ അമ്മയുടെ അടുത്തൊക്കെ പൈസ കൊടുത്തിട്ട് ഏതെങ്കിലും അനാഥാലയങ്ങളിൽ ഫുഡൊക്കെ കൊടുക്കുമായിരുന്നു. നാട്ടിൽ വന്നിട്ട് പിന്നെ ഞാൻ തന്നെ ഫുഡൊക്കെ വാങ്ങിച്ചു കൊടുക്കും. പിന്നെ എൻ്റെ അടുത്ത് വരുന്നവർക്കൊക്കെ എന്താണെങ്കിലും എൻ്റെ കയ്യിലുള്ളത് ഞാൻ കൊടുക്കുമായിരുന്നു. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമാണെങ്കിൽ ഞാൻ പത്രം വാങ്ങിച്ച് കൊടുക്കാറുണ്ട്. ഇവിടെ വരുമ്പം ഇപ്പം ഈ 3 മാസമേ ഞാൻ വന്നിട്ട് ഈ 3 മാസത്തിനുള്ളിൽ വരുമ്പോഴേ ഞാൻ 3 കെട്ട് പത്രം അല്ലെങ്കിൽ 4 കെട്ട് പത്രമൊക്കെ വാങ്ങിച്ച് ഞാൻ ഒരു പ്രാവശ്യം വേളാങ്കണ്ണി പോയപ്പോൾ അവിടെ എല്ലാവർക്കും കൊണ്ട് കൊടുത്തു. അങ്ങനെയൊക്കെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനമൊക്കെ ചെയ്യായിരുന്നു. അങ്ങനെ എന്നെ ഒരുപാട് അനുഗ്രഹിച്ച് എനിക്ക് വെറും ഒരു പൊട്ടിയായിരുന്നു എനിക്ക് ഈ ജർമ്മനിലുള്ളൊരു വിസ തന്നിട്ടുണ്ടെങ്കിൽ അത് മാതാവിൻ്റെ ഒരു ഒറ്റ അനുഗ്രഹം കൊണ്ട് മാത്രമാണ്. ഉടമ്പടിയിലുള്ള ദൈവത്തിൻ്റെ അനുഗ്രഹം മാത്രമാണ്. അമ്മയ്ക്കും തിരുക്കുമാരനും ഒരുപാട് നന്ദി. ജെറമിയ പ്രവാചകൻ്റെ പുസ്തകം 17-ാം അധ്യായം 7-8 തിരുവചനങ്ങൾ. കർത്താവിൽ ആശ്രയിക്കുന്നവൻ അനുഗ്രഹീതൻ, അവൻ്റെ പ്രത്യാശ അവിടുന്ന് തന്നെ. അവൻ ആറ്റുതീരത്ത് നട്ട മരം പോലെയാണ്, അത് വെള്ളത്തിലേക്ക് വേരൂന്നിയിരിക്കുന്നു. അത് വേനൽക്കാലത്തെ ഭയപ്പെടുന്നില്ല, അതിൻ്റെ ഇലകൾ എന്നും പച്ചയാണ്. വരൾച്ചയുടെ കാലത്തും അതിന് ഉത്കണ്ഠയില്ല, അത് ഫലം നൽകിക്കൊണ്ടേയിരിക്കും. നീതു എന്ന ഈ മകളുടെ പ്രത്യക്ഷീകരണ സാക്ഷ്യത്തിലൂടെ നമുക്ക് മനസ്സിലാകുന്നത് തന്നെയാണ്. ഈശോയ്ക്ക് വിശന്നപ്പോൾ ഒരു അത്തിമരച്ചൂട്ടിൽ വന്ന് ഇലകൾ ചൂടി നിൽക്കുന്ന മരത്തോട് ഫലം ചോദിച്ചപ്പോൾ അതിൽ ഇലകൾ മാത്രം കാണിച്ച് ഈശോയെ കളിയാക്കിയ ഒരു സംഭവം നാം സുവിശേഷത്തിൽ വായിക്കുന്നുണ്ട്. അങ്ങനെ ആ വൃക്ഷത്തെ ശപിച്ചതായും പിന്നീട് ശിഷ്യന്മാരും ഈശോയും കൂടി നടന്നു വരുമ്പോൾ ആ വൃക്ഷം ഉണങ്ങി നിൽക്കുന്നതായൊക്കെ നാം കാണുന്നുണ്ട്. ഫലം തരാത്ത കാലത്താണ് ഈശോ അതിൽ നിന്ന് ഫലം ചോദിച്ചതെന്ന് കൃത്യമായി സുവിശേഷം പറയുന്നു. ഫലം തരാത്ത കാലത്ത് എങ്ങനെയാണ് മാങ്ങപ്പഴം ഉണ്ടാകാത്ത കാലത്ത് എങ്ങനെയാണ് മാങ്ങപ്പഴം ഉണ്ടാകുന്നത് എന്നതുപോലെയാണ്. പക്ഷേ ആറ്റുതീരത്ത് നട്ട ഒരു വൃക്ഷം പോലെ ഉടമ്പടിയിലായിരിക്കുന്ന മക്കൾക്ക് എപ്പോഴും ഫലം ചൂടി നിൽക്കാനുള്ള ചില മാങ്ങയുണ്ടല്ലോ, 12 മാസം എന്ന് പേരുള്ളൊരു മാങ്ങയുണ്ട്. അത് 12 മാസവും മൂവാണ്ടൻ മാങ്ങ 12 മാസവും മാങ്ങ തരുന്ന അതുപോലെ നമുക്ക് ഫലം ചൂടി നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ്, ഒരു മേഖലയിലേക്കാണ് ഉടമ്പടി നമ്മെ ക്ഷണിച്ചിരിക്കുന്നത്. പരിശുദ്ധ അമ്മ നമ്മെ ഈശോയിലൂടെ അനുഗ്രഹിക്കുന്നത് ഈ ഉടമ്പടിയിലൂടെയാണ്. നീതുവിൻ്റെ ഈ സാക്ഷ്യത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുന്നത് വെറുമൊരു ജർമ്മൻ വിസ പ്രാപിക്കാനുള്ള തത്രപ്പാടല്ല. ഈ മകൾക്ക് ഉടമ്പടിയുടെ എല്ലാ എലമെൻറ്റും കടന്നുപോയിട്ടുണ്ട്. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസിലൂടെ മകൾക്ക് കിട്ടിയിട്ടുള്ള അനുഗ്രഹങ്ങൾ, അതുപോലെ സമയച്ചുരുക്കം, കമ്മ്യൂണിക്കേഷൻ, ലൈറ്റ് വെയ്റ്റിംഗ് എല്ലാം, പരിശുദ്ധ അമ്മയുടെ സാമീപ്യം, പ്രത്യക്ഷം, സ്വപ്ന ദർശനം എല്ലാം ഈ മകൾക്ക് ഈ ഉടമ്പടി കാലത്ത് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഈശോ നൽകിയതായി നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതൊരു അഭിഷേകമാണ്, ഒരു ആത്മീയ അധികാരമാണ്. ഞാൻ ആഗ്രഹിക്കുമ്പോൾ, ഇന്ന് ഞാൻ ചോദിക്കുമ്പോൾ എനിക്ക് ഇന്ന് തന്നെ, അല്ലെങ്കിൽ രാവിലെ ചോദിക്കുമ്പോൾ ഉച്ചയ്ക്ക് ചോദിക്കുമ്പോൾ വൈകിട്ട് ചോദിക്കുമ്പോൾ പ്രഭാതത്തിൽ എനിക്ക് ഉത്തരം നൽകുന്ന ഒരു ദൈവം, 24 മണിക്കൂർ പോലും എടുക്കാത്ത ഈശോ കുരിശിൽ കിടന്നുകൊണ്ട് നല്ല കള്ളനോട് പറഞ്ഞത് തന്നെയാണ്, ഇന്ന് നീ എന്നോടുകൂടെ പർദീസയിലായിരിക്കും. ഒരു സമയവും എടുക്കുന്നില്ല അതിനു വേണ്ടി. സക്കേവൂസിനോട് പറഞ്ഞു, ഇന്ന് ഈ ഭവനത്തിന് രക്ഷ കൈവന്നിരിക്കുന്നു. ഈ എക്സാം എത്ര തന്നെ പൊട്ടിപ്പോയാലും ഈ മകൾ പറയുന്നു, എനിക്ക് ഭയമില്ല, കാരണം പരിശുദ്ധ അമ്മ എൻ്റെ കൂടെയുണ്ട്. വചനത്തിലൂടെ പരിശുദ്ധ അമ്മ വചനം തുറന്നു വായിക്കാനുള്ള കൃപ, അത് കൃത്യമായി തനിക്കുള്ള സന്ദേശമാണെന്നും എത്ര തന്നെ ഞാൻ പ്രയോറിറ്റി കൊടുക്കുന്നുണ്ട്. എനിക്ക് ഉടമ്പടി ധ്യാനം കൂടേണ്ട സമയമാണ്, അതിനൊരു കോംപ്രമൈസ് ഇല്ല. പക്ഷേ ആ കോംപ്രമൈസ് ഇല്ലാതെ പ്രവർത്തിച്ച ആ നിമിഷം തന്നെ ഉപേക്ഷിച്ച് കളഞ്ഞ ജോലിക്കാർ തന്നെ മകളെ തിരിച്ചു വിളിച്ച് ആ വീട്ടിൽ തന്നെ ജോലിക്ക് വയ്ക്കുകയും നല്ല ഒരു സാധ്യതകളും താൻ ആഗ്രഹിക്കുന്നതിനപ്പുറം ജീവിതത്തിനുള്ള എല്ലാ നിവൃത്തിയും ഫിനാൻഷ്യൽ ഹെൽപ്പ് ഈശോ നൽകുന്നതായിട്ടെല്ലാം ഈ മകളോട് ഏറ്റുപറയുന്നുണ്ട്. തിരിച്ചു നടക്കുന്ന ഒരു അനുഭവത്തിലേക്ക് നാം വരുമ്പോൾ ഈശോ നമ്മോട് കൂടെ നടക്കുന്നു. പരിശുദ്ധ അമ്മായിനെ നമ്മെ സഹായിക്കുന്നു എന്നാണ് നീതുവിൻ്റെ സാക്ഷ്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ഒന്ന് മാത്രമേ ചെയ്യാനുള്ളൂ, ഇസഹാക്കിൻ്റെയും അബ്രഹാത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം എന്ന് ഈ മകൾ പറഞ്ഞതുപോലെ ദൈവം നമ്മോട് കൂടെ സഞ്ചരിക്കുന്നു. അവൻ ഇമ്മാനുവേലാണ്, ദൈവം നമ്മോട് കൂടെ. അവൻ ഒരിക്കലും അകന്നിരിക്കുന്നില്ല, നാം ഓരോരുത്തരുമാണ് അകന്നു പോകുന്നത്. നീതുവിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും അഭിഷേകത്തിനും ആത്മീയ അധികാരത്തിനുമെല്ലാം ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറഞ്ഞ് നല്ലൊരു കയ്യടിയോടെ ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ്
ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.